നിങ്ങൾ ഇതുവരെ ബോളിഞ്ചർ ബാൻഡ് നിങ്ങളുടെ ചാർട്ടിലോട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ ആഡ് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സിൽ പോയി ബോളിഞ്ചർ ബാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിലെ ചാർട്ടിൽ ഇങ്ങനെ 3 ലൈൻ കാണാൻ പറ്റും. ബോളിഞ്ചർ ബാൻഡിലെ നടുവിലെ ലൈൻ എന്ന് പറയുന്നത് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. ഈ സിമ്പിൾ മൂവിങ് ആവറേജിന്റെ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇതിന്റെ അപ്പർ ലൈന്, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇതിന്റെ ലോവർ ലൈന്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ ബോളിഞ്ചർ ബാൻഡ് പ്രകാരം ഈ ഒരു സ്റ്റോക്ക് ബോളിഞ്ചർ ബാൻഡ് ലോവർ ലൈനിൽ തട്ടുകയാണെങ്കിൽ അവിടുന്ന് മുകളിലോട്ടൊരു റിവേഴ്സൽ ട്രെൻഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അപ്പർ ബാൻഡിൽ തട്ടുകയാണെങ്കിൽ അവിടുന്ന് തിരിച്ചൊരു ഡൗൺ ട്രെൻഡ് റിവേഴ്സൽ വരാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർ സേഫ്റ്റി നമുക്ക് ഒരു ഡൗൺ ട്രെൻഡിന്ന് നമുക്ക് ഇൻട്രാഡേ അല്ലെങ്കിൽ FNO അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ്, ലോങ് ട്രേഡ് ഏതെടുക്കുകയാണെങ്കിലും ഒരു സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഒന്നുമില്ല താഴത്തുനിന്ന് നിങ്ങൾക്ക് എടുത്ത് മുകളിൽ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരു സെൽ ഓപ്ഷൻ കൊടുത്ത് താഴോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ബോളിഞ്ചർ ബാൻഡിനെ കുറിച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി, ചെയ്യാവുന്നതാണ്. താങ്ക് യു.